മോഡൽ എക്സാം നടന്ന ഒരു ഡേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ജനുവരി 22 കൂടി എല്ലാ സ്കൂളിലും പ്രാക്ടിക്കൽ എക്സാം ആരംഭിക്കും. ഈ ടൈം ടേബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇംപ്രൂവ്മെന്റ് എക്സാമും നിങ്ങളുടെ +2 എക്സാമും ഒരേ സമയം, പബ്ലിക് എക്സാം ഒരേ സമയമാണ് നടക്കുന്നില്ല. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. സോ +2കാരോട് വളരെ സീരിയസ് ആയിട്ട് കുറച്ച് എക്സാമുകളെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാ എക്സാമിന്റെയും ടൈം ടേബിൾ പ്രസന്റ് ചെയ്യാൻ പോവാണ്. ടൈം ടേബിൾ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക, കാരണം അത്രയും ടഫാവും എക്സാം, അത്രയും ടഫാവാൻ പോവാണ്. അതായത് നമ്മള് മോഡൽ എക്സാം, അതേപോലെ പ്രാക്ടിക്കൽ എക്സാം, നിങ്ങളുടെ +2ന്റെ പബ്ലിക് എക്സാം, +1 ഇംപ്രൂവ്മെന്റ് എക്സാം, ഇതിന്റെ ഒക്കെ ടൈം ടേബിൾ പറയാണ്. അപ്പൊ ഈ വർഷത്തെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെയാണ്. ബട്ട് കഴിഞ്ഞ മുന്നത്തെ വർഷവും ഇതേ ഡേറ്റുകളിലാണ് എക്സാം നടക്കുന്നത്. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും, മാക്സിമം 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കോൺഫിഡൻസ് ഒരു പർട്ടിക്കുലർ ടൈം ടേബിൾ ഉണ്ടാക്കി കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ടൈം ടേബിൾ ഒക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഈ ടൈം ടേബിൾ കണ്ടാലേ എത്ര സീരിയസ്നെസ്സിൽ പഠിച്ചു തുടങ്ങണം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവും. സീരിയസ്നെസ് ഇവർക്ക് വേണമെങ്കിൽ ഇവർ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. നിങ്ങൾ 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാലോ, ആ 4 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾക്ക് സീരിയസ്നെസ് വരാനുള്ള ഒരേ ഒരു മാർഗ്ഗം അത് തന്നെയാണ്. സെപ്റ്റംബർ 8, 9 ആ ഒരു ഡേറ്റുകളോടെ നിങ്ങളുടെ ഓണം എക്സാം ഓണം വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ വരും. ദെൻ ഒക്ടോബർ, നവംബർ 2 മാസം കഴിഞ്ഞാൽ ഡിസംബറിൽ നിങ്ങൾക്ക് നടക്കാൻ പോവുക ക്രിസ്മസ് എക്സാം ആണ്. അതേപോലെ പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡലും അതേ മാസം തന്നെ ആയിരിക്കും നടക്കുക. നിങ്ങളെ സമയം ഡിസംബർ 31 കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. ആ ഡിസംബർ 31 ഈ മുഴുവൻ ടോപ്പിക്കും മക്കൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കാവുന്ന ഒരു പ്ലാനിലേക്ക് നിങ്ങൾ എത്തണം. ഡിസംബറിൽ ആ മോഡൽ എക്സാം നടക്കുന്ന ടൈമിൽ, പ്രാക്ടിക്കലിന്റെ മോഡൽ നടക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഓരോ സ്കീമും പഠിക്കേണ്ടതായിട്ടുണ്ടല്ലേ. പ്രാക്ടിക്കലിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓരോ സാൾട്ടും അല്ലെങ്കിൽ ഓരോ ഫിസിക്സിലായാലും ബയോളജിയിലായാലും ഓരോ എക്സ്പെരിമെന്റും എങ്ങനെയാ ചെയ്യാന്നുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആർക്കെനെക്സിൽ നിങ്ങൾക്ക് പ്രോ അല്ലേ ഉണ്ടായിരിക്കും. ജനുവരി 22 കൂടി, അത് ഡിസംബറിൽ ക്രിസ്മസ് എക്സാമിന് ശേഷം, അന്ന് മോഡൽ എക്സാം നടന്നതിന് ശേഷം ജനുവരി 22 കൂടി എന്താരംഭിക്കും, എല്ലാ സ്കൂളുകളിലും പ്രാക്ടിക്കൽ എക്സാമുകൾ സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ജനുവരി 22 കൂടിയാണ്. അപ്പൊ ഈ വർഷവും നമ്മൾ അതേ ഡേറ്റിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു 22 തുടങ്ങിയാൽ ഓരോ ബാച്ചുകൾക്കായിട്ടായിരിക്കും പ്രാക്ടിക്കൽ എക്സാം നടക്കുക. ഈ പ്രാക്ടിക്കൽ എക്സാം കഴിയുക ഒരു ഫെബ്രുവരി 10-ാം തീയതി, 5-ാം തീയതി, 10-ാം തീയതിക്കുള്ളിലായിരിക്കും പ്രാക്ടിക്കൽ എക്സാം കഴിയുക. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഡൽ എക്സാം ആണ്. അതുമല്ല, പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുക, നിങ്ങളായിരിക്കും പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുക ഒരുപാട് സമയമില്ല. പിന്നെ നിങ്ങൾക്ക് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പ്രാക്ടിക്കൽ എക്സാം തുടങ്ങി കഴിഞ്ഞാൽ അത് പഠിച്ചു തീർക്കാനുള്ള വേഗത. കെമിസ്ട്രി ലാബും ഫിസിക്സ് ലാബും ഒക്കെയാണ് ഒരു ഡേ മൊത്തം നിന്ന് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾക്ക് നല്ല ക്ഷീണം കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം മോഡൽ എക്സാം. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ഇതൊന്ന് നോക്കിയാൽ മനസ്സിലാകും. ഒരു ഗ്യാപ്പ് പോലും വരാതെ 14, 15, 16, 19, 20, 21 അതിനിടയിൽ എനിക്ക് തോന്നുന്നു ഒരു സാറ്റർഡേ സൺഡേ വരുന്നുണ്ട്. അത് മാത്രമാണ്. 15-ാം തീയതി ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് മാത്സ് നടന്നു. 16-ാം തീയതി ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ല. അതേപോലെ ഒരു ദിവസം തന്നെ 2 എക്സാം നടന്നിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെയും സെക്കൻഡ് ലാംഗ്വേജിന്റെയും എക്സാം ഒരു ദിവസമാണ്. +2കാർക്ക് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷമാണെങ്കിൽ മോഡൽ എക്സാം കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. പക്ഷേ പബ്ലിക് എക്സാമിലേക്ക് പോയപ്പോൾ എക്സാം നന്നായിട്ട് അങ്ങ് ടഫായി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഏകദേശം കഴിഞ്ഞ മുന്നിലത്തെ വർഷം ഇതേ ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്തത്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാം കഴിഞ്ഞത് 21-ാം തീയതിയാണ്. 21-ാം തീയതി കഴിഞ്ഞ് +2 മാർച്ച് 3-ന് +2ന്റെ വെറും 10-11 ദിവസം മാത്രമേ ഇതിനിടയിൽ ബാക്കിയുള്ളൂ. ഈ 11 ദിവസം കൊണ്ട് വേണം NCERT മൊത്തം ഒക്കെ പഠിച്ചു തീർക്കാൻ. എന്തൊക്കെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ +2 ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇത് 3ഉം ട്രിപ്പിൾ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡബിൾ ഇവാലുവേഷന് പോകും. കാരണം എൻട്രൻസിന് ആഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ഡബിൾ ഇവാലുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും ലിബറൽ ആയിട്ട് ആയിരിക്കില്ല പേപ്പർ നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം പേപ്പർ വാല്യുവേഷൻ മോശമായത് കൊണ്ട് മാർക്ക് കുറഞ്ഞു, അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും സ്ട്രിക്റ്റ് ആണ് വാല്യുവേഷൻ അല്ലേ. അപ്പൊ നിങ്ങൾ എൻട്രൻസ് എഴുതിയാലും ഇല്ലെങ്കിലും പേപ്പർ നോക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും. ആ കാര്യം ഓർക്കുക. ഈ 3 സബ്ജക്റ്റുകൾക്ക് റീവാലുവേഷൻ ഇല്ല എന്ന് ഓർമ്മിക്കുക. റീവാലുവേഷൻ ഇല്ല. അതേപോലെ കഴിഞ്ഞ വർഷം തൊട്ട് +2കാര്
+1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നത് +1 പബ്ലിക് എക്സാമിന്റെ കൂടെ തന്നെയാണ്. ഗ്യാപ്പ് ഇല്ല എന്നുള്ള നോക്കുക. +1ന്റെ അതേ എക്സാം ആണ് നിങ്ങളും എഴുതാൻ പോകുന്നത്. +1 എഴുതുന്ന അതേ എക്സാം. അത് ഇവര് +1 നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത മാർക്കാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് +2 എക്സാമിന്റെ കൂടെ എഴുതി എടുക്കേണ്ടത്. സോ മാർച്ച് 3 +2 എക്സാമും മാർച്ച് 6 +1 എക്സാമും സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരേ സമയത്താണ് +2 +1 ഇംപ്രൂവ്മെന്റും നടക്കുക. പല കുട്ടികളും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇംപ്രൂവ്മെന്റ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആക്കോ, വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി. ഒന്നുമല്ല, സെയിം ക്വസ്റ്റ്യൻ. പ്ലസ് ഇപ്പോഴത്തെ +1 എഴുതുന്ന എക്സാമിന്റെ അതേ ക്വസ്റ്റ്യനിലാണ് ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളും എഴുതേണ്ടത്. കഴിഞ്ഞ മുന്നിലത്തെ വർഷം വരെ ഇംപ്രൂവ്മെന്റ് സെപ്പറേറ്റ് ആയിരുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസം നടക്കും. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അപ്പോൾ കുറച്ച് ലിബറൽ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരുപാട് അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം തൊട്ട് +1 എക്സാമിന്റെ കൂടെ ആക്കിയത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മക്കൾക്ക്. മാർച്ച് 10 +2ന്റെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഏകദേശം ഇതേ ഡേറ്റുകളിൽ തന്നെ ആയിരിക്കും. മാർച്ച് 3-നും 28-നും ഇടയിലുള്ള ദിവസങ്ങളിലാണ് +1 +2 എക്സാമുകൾ നടക്കുക. സോ മാർച്ച് 10 +2ന്റെ കെമിസ്ട്രി എക്സാം നടന്നു. പിറ്റേ ദിവസം 11-ാം തീയതി ഇംപ്രൂവ്മെന്റ് നടന്നത്. അതേപോലെ മാർച്ച് 19 +2ന് എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 20-നാണ് ബയോളജിന്റെ ഇംപ്രൂവ്മെന്റ് വന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംപ്രൂവ് ചെയ്തു. ബയോളജി ഫിസിക്സ് മാത്സ് അതിനിടയിലുള്ള ഗ്യാപ്പ് നോക്കി 20, 22, 25. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ള, വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കാനുള്ള സമയം പോലും നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വിജിലന്റ് ആയിട്ടിരിക്കുക അല്ലെ. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആവശ്യം വരുന്ന ഇംപ്രൂവ്മെന്റ് മാത്സ് ആയിരിക്കും. അപ്പൊ +1ന്റെ മാത്സിന്റെ എക്സാം, അതായത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന്റെ തൊട്ടടുത്ത ദിവസം 26-ന് നിങ്ങൾക്ക് +2 എക്സാമും ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും +1 +2കാർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സോ ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോഴേ ഏത് സബ്ജക്റ്റ് ആണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് അത് +1-നൊപ്പം +2-നൊപ്പം തന്നെ +1-ഉം പഠിച്ചു തുടങ്ങാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ടൈം ടേബിൾ അറിഞ്ഞു പഠിക്കുക. 3-ന് ടൈം ടേബിൾ കിട്ടിയല്ലോ, വ്യക്തമായ ഒരു ഐഡിയ കിട്ടില്ല. ഇതിൽ വലിയ മാറ്റമൊന്നും മക്കൾ ഉറപ്പിച്ച്, ഇതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴേ ഞങ്ങൾ പറയാ, വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു ഡേറ്റുകൾ ഉള്ളിൽ വെച്ച് പഠിച്ചു തുടങ്ങാം. പ്രാക്ടിക്കലിന്റെയും മോഡലിന്റെയും ഒക്കെ എല്ലാ സംബന്ധിച്ച എല്ലാ കോണ്ടന്റും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കലിന് നമ്മൾ ലൈവ് ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. യെസ്, ഓക്കെ, ബൈ.